ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിൽ നിന്ന് നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പ്രിയാമണി മാഷും കൂടി ഓടി വരുവാണ്. എന്താ സ്വപ്നം, എന്താ എന്റെ മോൾക്ക് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ രാമനാഥൻ പറയുന്നുണ്ട്, പെട്ടെന്നായിരുന്നു രചന വീട്ടിലേക്ക് കയറി വന്നത്. പിന്നെ ഇഷിതയും രചനയും തമ്മിലുള്ള സംസാരത്തിനിടയ്ക്ക് ഇഷിത കുഴഞ്ഞു വീഴുകയായിരുന്നു എന്ന് പറയാണ്. എന്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി ആകെ വിഷമിച്ച് പറയണ്ട, എന്തിനാണ് ആ രചനക്ക് വീട്ടിൽ ഇങ്ങനെ ഒരു സ്പേസ് കൊടുക്കുന്നത്, അവൾ എപ്പോഴും അവിടേക്ക് കയറി വരുന്നുണ്ടല്ലോ, ആ സ്പേസ് കൊടുക്കേണ്ട കാര്യം എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ മാഷ് ചോദിക്കേണ്ടല്ല, മഹേഷിന് വിവരം അറിയിച്ചോ? അറിയിച്ചിട്ടുണ്ട്, അവനിപ്പോ എത്തും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ മഹേഷ് അവിടേക്ക് വരുവാട്ടോ. മഹേഷ് ഇപ്പൊ പ്രിയാമണി പറയണ്ടേ, എല്ലാത്തിനും കാരണം മഹേഷാണ്, അവൾക്ക് സ്പേസ് കൊടുത്തോണ്ടല്ലേ അവളിപ്പോ വീട്ടിലേക്ക് ഇടിച്ചു കയറി വരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോ മഹേഷ് ചോദിക്കണ്ട, അമ്മേ എന്താ അമ്മേ സംഭവിച്ചത് സ്വപ്നയോട് ചോദിക്കുമ്പോ, മോനെ അത് വേറൊന്നുമല്ല, രചന കയറി വന്നിരുന്നു വീട്ടിലേക്ക്, അവളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഞാൻ നോക്കിയതാണ്, വാതിൽ തുറന്നതും തള്ളി കയറി അകത്തേക്ക് കയറുമായിരുന്നു, എനിക്ക് അവളെ പിടിച്ചു മാറ്റാൻ പറ്റിയില്ല ഒറ്റക്ക്. ഇഷിത വന്നപ്പോ ഇഷിതത്തിൽ ഞാൻ പറഞ്ഞതാണ് അവളത്ത് സംസാരിക്കാൻ നിൽക്കേണ്ട, റൂമിൽ കയറി പോവാൻ. പക്ഷെ ഇഷിത സംസാരിച്ചു. രചന വന്നത് ചിപ്പിമോളെ ആവശ്യപ്പെട്ടിട്ടായിരുന്നു, ഇഷിതക്ക് ഇപ്പോഴും കുഞ്ഞുണ്ടാവാൻ പോണേല്ലേ, അതുകൊണ്ട് എന്തിനാണ് ഈ ചിപ്പിമോളുടെ ആവശ്യം, ചിപ്പിമോളെ തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ടാണ് അവൾ സംസാരിച്ചത്. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, അതേ മോനെ, ചിപ്പിമോൾക്ക് നഷ്ടപ്പെടുന്നത് ഇഷിതക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ, അത് ഓർത്തിട്ടാണ് അവള് തളർന്നു വീണത് എന്ന് പറയാണ്. പ്രിയാമണി പറയുന്നുണ്ട്, മഹേഷിന് എന്ത് വിചാരിച്ചാലും ശരി, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്റെ മോളെ ഞങ്ങൾക്ക് വിട്ടതാ, ഞങ്ങൾ നോക്കിക്കോളാം പ്രസവം വരെ അവളെ എന്ന് പറയുമ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, പ്രിയെ താൻ എന്തൊക്കെയാണ് പറഞ്ഞത്, പിന്നെ ഞാൻ എന്താ മാഷ് പറയേണ്ടത്, ഞാൻ പറഞ്ഞത് കാര്യം തന്നെയല്ലേ, ഇവർക്ക് നോക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാൻ നമ്മുടെ മോളെ അല്ല, ഈ രചന അവിടെ മാറിയും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കണല്ലേ, ആർക്ക് സഹിക്കും ഇതൊക്കെ എന്നൊക്കെ പറയണം. അപ്പോ ഇവര് മഹേഷ് പറയുന്നുണ്ട്, അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവും, പക്ഷെ ഇഷിതനെ വിട്ടുതരാൻ പറ്റില്ല അമ്മേ, അത് ഉറപ്പുള്ള കാര്യമാണ്, ഇഷിതനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. പിന്നെ രചന കയറി വന്നത്, അതിനുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്, ഇനി മേലൽ അവൾ എന്റെ വീട്ടിൽ കാലുകുത്തില്ല എന്നിങ്ങനെ പറയാണ് മഹേഷ്. ശേഷം സ്വപ്നയോട് ചോദിക്കണ്ടേ, ഡോക്ടർ ദേവിക വന്നിരുന്നോ? വന്നിട്ട് ഇപ്പൊ കേറിയേ ഉണ്ടായിരുന്നുള്ളൂ, എന്തിലും പറഞ്ഞു ഡോക്ടർ? ഇറങ്ങിയിട്ടില്ലടാ എന്ന് പറയാണ്. അപ്പോഴേക്കും ദേവിക പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഡോക്ടർ എന്താ ഡോക്ടർ ഇഷിതക്ക് എന്ന് മഹേഷ് ചോദിക്കുമ്പോ, മഹേഷ് എത്തിയോ? ഇഷിതക്ക് ഒരു ബോധക്ഷയം പോലെ സംഭവിച്ചതാണ്, BP നന്നായിട്ട് വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇഷിത ഓക്കെയാണ്, കണ്ണ് തുറന്നിട്ടുണ്ട്, ഞാനൊന്ന് കയറി കണ്ടോട്ടെ എന്ന് മഹേഷ് ചോദിക്കുമ്പോ, മഹേഷ് ഇപ്പൊ കാണണ്ട, ഞാൻ മഹേഷിനെ വിളിക്കാം, അപ്പൊ കേറിയാ മതി, പിന്നെ ഇപ്പൊ കുഴപ്പമില്ല, പക്ഷെ ഇനിയും ഇതുപോലെ ഷോക്കിംഗ് ന്യൂസോ കാര്യങ്ങളോ ഒന്നും ഇഷിതക്ക് സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ദേവിക അകത്തേക്ക് കയറി പോവാണ്. അപ്പോ പ്രിയാമണി ആകെ വിഷമിച്ചിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അതിനുശേഷം പ്രിയാമണി പറയുന്നുണ്ട്, കണ്ടില്ലേ ആ രചന കയറുന്നത് എന്റെ മോൾക്ക് പിന്നെയും ബുദ്ധിമുട്ടുണ്ടാകും, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എന്റെ മോളെ എനിക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വിടാൻ, പ്രസവം കഴിഞ്ഞവർ അവളവിടെ നിന്നോട്ടെ, അമ്മയടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇഷിതനെ വിട്ടുതരാൻ പറ്റില്ല അമ്മേ, രചനയല്ലേ കുഴപ്പം, അവൾ എന്റെ വീട്ടിലേക്ക് ഇനി കയറി വരില്ല, ആ ഒരു ഉറപ്പ് ഞാൻ അമ്മക്ക് തന്നല്ലോ എന്ന് മഹേഷ് പറയുന്നുണ്ട്. ആ സമയത്ത് സിസ്റ്റർ വരുന്നുണ്ട്. മഹേഷ് സാറിന്റെ അടുത്ത് അകത്ത് കയറി ചെല്ലാൻ ഡോക്ടർ പറഞ്ഞു എന്ന് പറയാണ്. മഹേഷ് അകത്തേക്ക് പോവാട്ടോ. ആ സമയത്ത് ഇഷിത കണ്ണ് തുറന്ന് കിടക്കണ്ടാവും. ഇഷിതയുടെ അടുത്തേക്ക് മഹേഷ് വന്നിട്ട് ഇഷിത എന്ന് വിളിക്കുമ്പോ, മഹേഷ് എടോ താൻ എന്താണ് ഇങ്ങനെ, താൻ എന്തെങ്കിലും ദുർബലയായി പോണത്, ഞാൻ അറിഞ്ഞു കാര്യങ്ങളൊക്കെ, താൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കണത്, നോക്ക് ചിപ്പി മോളെ കോടതി ആർക്കാ തന്നത്, എനിക്ക് തന്നതല്ലേ, നമുക്ക് തന്നതല്ലേ, അത് രചനക്ക് വിട്ടുകൊടുത്തതൊന്നും അല്ലല്ലോ. എടോ രചന വന്ന് അങ്ങനെ പറഞ്ഞെങ്കിൽ താൻ എന്താ പറയേണ്ടത്, ആ കാര്യങ്ങളൊക്കെ മഹേഷ് നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ പോരെ, താൻ എന്തിനാ അവളോട് സംസാരിക്കാൻ നിൽക്കുന്നത്, എന്നാലും ചിപ്പി മോളെ പെട്ടെന്ന് നേടിയെടുക്കുമെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് വിഷമമായി. മഹേഷ് ഞാനൊരു കാര്യം മഹേഷിനോട് പറഞ്ഞോട്ടെ, മഹേഷ് അത് സാധിച്ചു തരാവോ, എന്താ തനിക്ക് വേണ്ടത്? മഹേഷ് നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം, എവിടെയെങ്കിലും ദൂര സ്ഥലത്തേക്ക് പ്രസവം കഴിഞ്ഞവരെ നമുക്ക് പോവാം മഹേഷ്, താൻ എന്തൊക്കെയാണോ പറയണത്? മഹേഷ് പ്ലീസ് മഹേഷ്, പ്രസവം കഴിഞ്ഞ് കുഞ്ഞായിട്ട് നമുക്ക് ഈ നാട്ടിലേക്ക് വന്നാൽ മതി, നമുക്ക് ദൂരെ പോകാം, ഇവരുടെ ഒന്നും കണ്ണ് കിട്ടാത്ത എവിടെയെങ്കിലും ദൂരെ ചിപ്പിമോളെയും കൂട്ടാം എന്ന് ഇഷിത പറയാണ്. മഹേഷ് പെണ്ണോ അതൊക്കെ ഇങ്ങനെ നടക്കും, ചിപ്പിമോളുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണ്ടേ, പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇവിടെ അല്ലേ ഉള്ളത്, താൻ തന്നെ ആലോചിച്ച് നോക്ക്, താൻ ഇവിടെ കിടക്കുന്ന സമയത്ത് മനസ്സുനി തന്നെ കാണാൻ പോലും വന്നിട്ടില്ല, എന്നിട്ട് മനസ്സുനൊരു സ്വപ്നം കണ്ട് താൻ നെട്ടി എഴുന്നേറ്റ് പേടിച്ച് കരഞ്ഞില്ലേ? എടോ എവിടെ പോയാലും നമ്മളെ വേട്ടയാടുന്നവര് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ പോയിട്ട് എന്താ കാര്യം, പിന്നെ നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ എവിടെയാ ഉള്ളത്, അവർക്ക് എന്തെങ്കിലും സംഭവിക്കും, അവരെ കാണാൻ പറ്റാത്തതിന്റെ വിഷമം, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. എടോ ഇതിനെ പേടിച്ച് ഓടിപ്പോവലല്ല വേണ്ടത്,
രചന ചിപ്പിമോൾ ആവശ്യപ്പെട്ടല്ലേ വന്നത്, അതിനുള്ള പണി ഞാൻ അവൾക്ക് കൊടുത്തോളാം, അതൊന്നും ഓർത്ത് താൻ ടെൻഷൻ ആവേണ്ട, താൻ സമാധാനമായിട്ടിരിക്കണോ, തന്റെ കൂടെ ഞാനില്ലേ, ഞങ്ങൾ എല്ലാവരും ഇല്ലേ, താൻ ഇതിനെ വിഷമിക്കണത്. ഇഷിത തന്റെ അടുത്ത് ഒരുപാട് ധൈര്യം കാണിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറച്ചെങ്കിലും ധൈര്യം താൻ കാണിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് സമാധാനിപ്പിക്കുകയാണ് ഇഷിതേനെ. പക്ഷെ അതൊക്കെ കേട്ടും ഇഷിതക്ക് ഒരു സമാധാനം. ഇഷിത കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താൻ കരയല്ലേടോ, ദേ താൻ കരയണത് ഈ സമയത്ത് നല്ലതല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കണ പ്രിയാമണി മാഷ അപ്പോഴേക്കും പോയി കേട്ടോ. പിന്നീട് രാമനാഥനും സ്വപ്നവല്ലിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്വപ്നവല്ലി പറയുന്നുണ്ട്, പ്രിയാമണി അത്രയൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ രാമ. എന്നിട്ട് പ്രിയാമണി എന്തൊക്കെയാ പറഞ്ഞത്? എടോ പ്രിയാമണി പറഞ്ഞത് താൻ കാര്യത്തിൽ എടുക്കണ്ട. നോക്ക്, പ്രിയാമണിയുടെ സ്ഥാനത്ത് താനാണെങ്കിലും ഇതുപോലെയല്ലേ പെരുമാറുള്ളൂ. നമ്മുടെ മോൾക്കാണ് ഇതുപോലൊരു അവസ്ഥ വന്നെങ്കിൽ താൻ സഹിക്കോ? മോളുടെ ഭർത്താവിന്റെ ആദ്യ ഭാര്യ വീട്ടിലിടക്കിടക്ക് കയറി വരുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നു, ഗർഭിണിയായി അവളെ വേദനിപ്പിക്കുന്നു. ഇതൊക്കെ ആരാടോ സഹിക്കുക? പ്രിയാമണി ആയതുകൊണ്ട് ഇത്രേ പറഞ്ഞുള്ളൂ, വേറെ വലിയവരൊക്കെ ആണെങ്കിൽ മോളെ വിളിച്ചുകൊണ്ട് പോയാനെ എന്ന് പറയാണ്. മാഷെ അവളെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല, അവളെ ഞാൻ നോക്കിക്കോളാം പൊന്നുപോലെ. പിന്നെ മഞ്ജിമ, അവളുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം, അവള് കാരണം വിശുദ്ധക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. എടോ അങ്ങനെയൊക്കെ താൻ പറയുമ്പോഴും രചന എന്ന് പറഞ്ഞ സാധനം വീട്ടിലില്ലേടോ, അവള് പിന്നെ കേറി വരില്ലേ? അവള് കേറി വരാതെ നമ്മൾ നോക്കണം രാമ. ഇഷിതയുടെ കാര്യം നമ്മൾ നോക്കിയേ പറ്റൂ. അതന്നെ എനിക്ക് തന്നോടും പറയാനുള്ളത്. ഇഷിതക്ക് ഒരു പോറല് പോലും സംഭവിക്കരുത്, ഇഷിതക്ക് മാത്രല്ല കുഞ്ഞിനെ. അത് ഇഷിതയുടെ കുഞ്ഞല്ല, നമ്മുടെ മോന്റെ കുഞ്ഞാണ്, നമ്മുടെ കുഞ്ഞാണ്. അപ്പൊ ആ കുഞ്ഞെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ്. ആ കുഞ്ഞ് ഭൂമിയിൽ വന്ന് വീഴുന്നവരെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ചുറ്റും ശത്രുക്കളാണ് ഉള്ളത്. രചനയുടെ അവസ്ഥ വേറൊന്നുമല്ല, രചനക്ക് സഹിക്കാൻ പറ്റുന്നില്ല മഹേഷിന് ഇനി ഒരു കുഞ്ഞ് ജനിക്കണത്. അതുകൊണ്ടാ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഇഷിതക്കും മഹേഷും ഇനിയും കുഞ്ഞുങ്ങളാവേണ്ടതാണ്. അപ്പോഴും ഇങ്ങനെയൊക്കെ തുടർന്ന് എന്ത് ചെയ്യും? ഇഷിതയുടെ മാനസികാവസ്ഥയോ? അവൾക്ക് എന്ത് ധൈര്യമുള്ള പെൺകുട്ടിയായിരുന്നു, ഇപ്പൊ അവളുടെ അവസ്ഥ കണ്ടില്ലേ? എല്ലാത്തിനും കാണും ആ രചന. സ്വപ്നം എനിക്കിപ്പോ തോന്നുന്നു അവൾ ഇനി കേറി വന്ന ഞാനിനി ഒന്നും നോക്കില്ല. എന്റെ കുടുംബത്തിന്റെ സമാധാനമാണ് എനിക്ക് വലുത്. ഇനി ഈ പ്രായത്തിൽ എനിക്ക് എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. എല്ലാവരുടെ സമാധാനത്തിന് വേണ്ടി അവളെ ഞാൻ കൊല്ലാനും മടിക്കില്ല, ആ രചനയെ. രാമ എന്ന് സ്വപ്നം പറയുമ്പോ അതേ സ്വപ്നം, ഞാൻ കാര്യത്തിൽ തന്നെയാ പറഞ്ഞത്. അവളിനി കയറുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലേ ഞാൻ അവളെ കുത്തിക്കൊല്ലും, എന്നിട്ട് ജയിലിൽ പോയി കിടക്കണം. എനിക്കൊരു മടിയില്ല, കാരണം എനിക്ക് വേണ്ടപ്പെട്ടവര് സന്തോഷത്തോടെ ജീവിക്കണം, എനിക്ക് അത്രയേ ഉള്ളൂ എന്ന് രാമനാഥൻ പറയാണ്. ഇത് കേട്ടുകൊണ്ട് മഹേഷ് അവിടെ വരണ്ട. അച്ഛ എന്ന് വിളിച്ചിട്ട് മഹേഷ് വന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിക്കണം. അച്ഛൻ എന്തൊക്കെയാ അച്ഛൻ പറയണത്? മോനെ ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാടാ, നീ എത്രമാത്രം അവിടെ കഷ്ടപ്പെട്ടത്. ഒരു കാലത്ത് രചന എന്ന് പറഞ്ഞ രാക്ഷസി കാരണം നിന്റെ ജീവിതം പകുതിയോളം നരകിച്ച് തീർത്തതാ നീ. ഇപ്പഴാ നീ ജീവിതത്തിന്റെ സുഖവും സമാധാനവും സന്തോഷവും അറിയണത്. ആ സമയത്ത് നിന്റെ അച്ഛനായിട്ടുള്ള ഞാൻ നിനക്ക് ആ സുഖവും സമാധാനം എന്നും തരണ്ടേടാ. അതിനു വേണ്ടി ആ രചന ഇല്ലാതാവണം. ഇല്ലച്ച, അച്ഛൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. അച്ഛൻ ഞങ്ങളുടെ കൂടെ വേണം. രചനയല്ലേ, അവൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് പറയാണ് മഹേഷ്. ശേഷം മഹേഷും രാമനാഥനും കൂടി ക്യാൻറ്റീനിലേക്ക് പോവാട്ടോ. മഹേഷ് ചോദിക്കണ്ട്, അല്ല അച്ഛൻ രാവിലെ ഒന്നും കഴിച്ചില്ലേ? എടാ കഴിച്ചടാ, സ്വപ്നത്തിനെ മാറ്റി നിർത്തി നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട്, അതിനാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോ രാമൻ പറയണ്ട്, അതെ 2 ചായ 2 വട എടുത്തോ എന്ന് വെയിറ്ററോട് പറയാണ്. അച്ഛൻ പറ എന്താ? എടാ ഗർഭിണികളായ പെണ്ണുങ്ങൾക്ക് പല മാനസിക പ്രശ്നങ്ങളും ഉണ്ടാവും. അതിനിടയ്ക്ക് ഇതുപോലത്തെ പ്രശ്നം ഉണ്ടായാൽ അവർക്കത് സഹിക്കാൻ സാധിക്കില്ല. നിന്റെ അമ്മ ഗർഭിണിയായ സമയത്ത് ഓരോരോ കാര്യങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ വിചാരിക്കും ഗർഭിണികൾ അത് മുതലെടുക്കുകയാണെന്ന്. പക്ഷെ അതല്ലടാ, അവരുടെ മനസ്സിലെ സന്തോഷം അതും നമ്മൾ സന്തോഷത്തോടെ ചെയ്തെടുക്കുമ്പോൾ അവർക്ക് സന്തോഷവും കുഞ്ഞിനും സന്തോഷവും. നിനക്കൊരു കാര്യം അറിയാവോ? നിന്റെ പണിത്തിരക്ക് കാണുന്ന നിനക്ക് ഇഷിതയുടെ കൂടെ പല സമയത്ത് ഇരിക്കാൻ പറ്റാറില്ല, അതെനിക്കറിയാം. പക്ഷെ എങ്കിലും നീ മാക്സിമം ഇഷിതയുടെ കൂടെ സമയമൊക്കെ സ്പെൻഡ് ചെയ്യണം. ഈ സമയത്താണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം, നിന്റെ അമ്മ നിന്നെ ഗർഭിണിയായിരിക്കണ സമയത്തെ ഒരു ദിവസം അയാൾ എന്നോട് പറഞ്ഞു കണ്ണിമാങ്ങ അച്ചാർ വേണോന്ന്. കണ്ണിമാങ്ങ അച്ചാർ തൊട്ടപ്പുറത്തെ കടയിൽ നമ്മുടെ ചേട്ടന്റെ കടയിലുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു കണ്ണിമാങ്ങ അച്ചാറിന്റെ സ്വപ്നം 200 കിലോമീറ്റർ അപ്പുറേ സഞ്ചരിക്കണോന്ന്. പക്ഷെ എന്നാ വേണ്ട രാമാന്ന് സ്വപ്നം. പക്ഷെ എന്റെ സ്വപ്നത്തിന് വേണ്ടി അത് ചെയ്തു തരുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങ് പുറപ്പെട്ടു. എന്നിട്ട് തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് ഒരു 5-6 കുപ്പി കണ്ണിമാങ്ങ അച്ചാർ അങ്ങോട്ട് ഫുള്ള് മേടിച്ചു. എന്നിട്ട് ഞാൻ എന്റെ ചേട്ടന്റെ വീട്ടിൽ പോയിട്ട് രാത്രി എപ്പോഴേക്കും തിരിച്ചു വന്നു. എന്നിട്ട് ഹനുമാൻ മല കൊണ്ടിനെ പോലെ അവളുടെ മുമ്പിലേക്ക് കൊണ്ടുവച്ചു. അവളുടെ സന്തോഷം ഒന്ന് കാണുമായിരുന്നു. എന്നിട്ട് വരണവർത്തും പോണവർത്തും ആ കഥ അവൾ പറയുമായിരുന്നു. കണ്ണിമാങ്ങ അച്ചാർ തിന്നാൻ കൊതിച്ചപ്പോ 200 കിലോമീറ്റർ പോയി ഞാൻ കണ്ണിമാങ്ങ അച്ചാർ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പൊ ആ ഒരു സന്തോഷം അതാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. പക്ഷെ അവളന്ന് സന്തോഷിച്ചുകൊണ്ട് എനിക്ക് നിന്നെ പോലത്തെ ഒരു മകൻ ഉണ്ടായില്ലേ, അതാ പറഞ്ഞത്. അമ്മമാരുടെ സന്തോഷവും സമാധാനമാണ് മക്കളുടെ ജനിക്കുന്ന കുട്ടികളുടെ ആരോഗ്യവും സന്തോഷവും മാനസികാവസ്ഥ എന്നൊക്കെ പറയണത്. അതുകൊണ്ട് നീയും ഇഷിതടുത്ത് നല്ല സന്തോഷത്തോടെ ജീവിക്കണം. പിന്നെ
അപ്പൊ മഹേഷ് പറയണ്ട, അച്ഛാ ഈ ഒരു അവസ്ഥയിൽ വിനോദ് ഉണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നു. വിനോദിനെ പുറത്തിറക്കാൻ പറ്റില്ലടാ, അതിന് മറ്റേ ആതിര കേസ് തെളിയിക്കണ്ടേ അച്ഛാ. ആതിര കേസിന് വേണ്ടി ഞാൻ ഒന്നുകൂടി ഫയൽ അപ്പീൽ ചെയ്യാൻ പോകണം അച്ഛാ. അതിന് വേണ്ടിയുള്ള തെളിവുകൾ ഞാൻ ശേഖരിക്കാൻ തുടങ്ങാൻ പോണം. എത്രയും പെട്ടെന്ന് വിനോദിനെ പുറത്തിറക്കണം. വിനോദിന്റെ സുചിത്രയുടെ വിവാഹം നടത്തണം. അത് ഇഷിതക്ക് നല്ല സമാധാനമായിരിക്കും. ഇഷിതയുടെ കൂടെ പിന്നെ വിനോദും സുചിത്രയും ഉണ്ടാവുമല്ലോ. അത് നീ പറഞ്ഞ നല്ലൊരു കാര്യമാടാ. ഇഷിതക്ക് നല്ല സമാധാനം. പിന്നെ വിനോദം എപ്പോഴും ജയിലിൽ കിടക്കാൻ പറ്റില്ലല്ലോ. അതെ അച്ഛാ, അതിനു വേണ്ടിയുള്ള അന്വേഷണം ഞാൻ തുടങ്ങുവാണ് എന്ന് മഹേഷ് പറയാണ്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം നമ്മുടെ വിനോദിനെ കാണിക്കുന്നുണ്ട്. വിനോദ് ജയിലിൽ കിടക്കാണ്. മഹേഷ് വിനോദിന് വാക്ക് കൊടുക്കണം, എത്രയും പെട്ടെന്ന് ഞാൻ നിന്നെ ഇറക്കിയിരിക്കും, ആതിര കേസ് ഞാൻ തുടരുവാണ് എന്ന് പറയുന്നുണ്ട്. ശേഷം മഹേഷ് നേരെ നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള പോലീസുകാരുള്ള സാന്ദ്ര, അവരെ കാണാൻ പോയിട്ട് ആതിര കേസിന്റെ കാര്യം പറയുന്നുണ്ട്. ആകാശ് എവിടേക്ക് പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, താനൊന്ന് അന്വേഷിച്ച് പറഞ്ഞു തരണം എന്ന് മഹേഷ് നമ്മുടെ കൂട്ടുകാരുടെ പറയാണ് സാന്ദ്രയുടെ അടുത്ത്. അത് സാന്ദ്ര സമ്മതിക്കുന്നുമുണ്ട്. അതിനുശേഷം മഹേഷ് ആണെങ്കിൽ സുചിത്രനെ കാണാൻ പോയിട്ട് സുചിത്ര അടുത്ത് സഹായം ചോദിക്കുന്നുണ്ട്. അങ്ങനെ എത്രയും പെട്ടെന്ന് വിനോദിനെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ് നമ്മുടെ മഹേഷ് കേട്ടോ. വിനോദ് പെട്ടെന്ന് തന്നെ ഇറങ്ങുമെന്നാണ് തോന്നുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.